അനീതി കണ്ടു കഴിഞ്ഞാൽ അയാൾ ചോദ്യം ചെയ്യും. അനീതി എവിടെ കണ്ടു കഴിഞ്ഞാലും അയാൾ ചോദ്യം ചെയ്യും. അയാളുടെ പേരാണ് അനീഷ്. ഇവിടെയുള്ള എല്ലാ താരങ്ങൾക്കും പേടി തന്നെ എന്ന് പറഞ്ഞ അനീഷിനെ മാത്രമാണ്. അയാൾ ചോദ്യം ചെയ്യും. അയാൾ ഒരുത്തന്റെ കാല് പിടിച്ച് നിൽക്കത്തില്ല. അത് എവിടെയായാലും ശരി. അയാൾ ഇനി 50 ലക്ഷം അയാൾക്ക് പോയാലും കുഴപ്പമില്ല, അയാൾക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അനീതി അയാൾ ചോദ്യം ചെയ്യും. അതാണ് അനീഷ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ മുട്ട ഓംലേറ്റ് അടിച്ചു കൊടുക്കലും ദോശ ഉണ്ടാക്കി കൊടുക്കലും ആര്യമ്മോന്റെ അണ്ണാക്കിന് കുത്തിത്തിരികെ കൊടുക്കുന്നവരൊക്കെ അവിടെ മിണ്ടാതിരിക്കും, ഇങ്ങനെ ആര്യമ്മോന്റെ ഇതും ഇതാക്കിയിട്ട്. പക്ഷെ അനീഷ് അങ്ങനെയല്ല. അനീഷ് വേറിട്ട ഒരു ശൈലിയാണ്. ഇതാണ് അനീഷ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ ഒരെണ്ണം മിണ്ടുന്നില്ല. അവിടെ ഇപ്പൊ പ്ലാസ്റ്റിക് കുഞ്ഞമ്മ, അതായത് നമ്മുടെ അനുമോളൊക്കെ എന്താ ചെയ്യുന്നത്? ആര്യന് വേണ്ടിയിട്ട് അല്ല, അടിയറ വെച്ചിട്ട് കുറച്ചൊരു ഉളുപ്പുണ്ടോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ അഹോരാത്രം പണിയെടുക്കുന്ന PR-കൾക്ക് വരെ വില കൊടുക്കാതെ, അതായത് പൈസ നിങ്ങൾ തന്നെ കൊടുക്കുന്ന, എന്നാലും PR-കൾക്ക് ഒരു വില കൊടുക്കണ്ടേ? അതുപോലും കൊടുക്കാതെ ആര്യന് വേണ്ടിയിട്ട് അടിയറ വെച്ച് നടക്കുന്ന നമ്മുടെ പ്ലാച്ചി കുഞ്ഞമ്മ, അതാണ് പറയുന്നത്. എന്തൊരവസ്ഥയാണ്! വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്നേ പറയാനുള്ളൂ. അവിടെ ഒരെണ്ണത്തിന് നാവുണ്ടോ? ആതിരാന്നൂറമാർക്ക് നാവുണ്ടോ? അല്ലെ വേറെ ആയിരിക്കും നാവുണ്ടോ? അവിടെ അതിന്റെ പേരാണ് അനീതിക്കെതിരെ ശബ്ദമുയർത്തവന്റെ പേരാണ് അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കൊടുക്കാതെ ഇപ്പൊ അനീഷാണ് താരമായി നിൽക്കുന്നത് എന്നുള്ളതാണ്. അയാൾ ഒരു പോയിന്റ് കൊടുത്തില്ല, 3 പോയിന്റ് ഒക്കെ അയാൾക്ക് കിട്ടിയത്. പക്ഷെ അയാൾ താരമായി നിൽക്കുന്നതിന്റെ കാരണം ആര്യൻ എന്ന് പറയുന്നവൻ ഇന്നലെ മുതൽ കള്ളക്കളിയോടുകൂടിയാണ് ജയിച്ചത്. അതുപോലെ ആദില എന്ന് പറയുന്ന ടീം കള്ളക്കളിയിലാണ് ജയിച്ചത്. ഈ പിന്നെ നമ്മുടെ അനുമോള് കള്ളക്കളിയിലൂടെയാണ് ജയിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കള്ളത്തരത്തിന് പോലും പോകാതെ സത്യസന്ധമായിട്ട് ഗെയിം കളിച്ച് പറഞ്ഞു കളിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷ് മാത്രമാണ്. അയാൾക്ക് കപ്പോ അല്ലെങ്കിൽ 1ാം സ്ഥാനം ഒന്നും ഇല്ലെങ്കിലും സത്യസന്ധതയ്ക്ക് അയാൾ ബലം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ബിഗ് ബോസിൽ ഇതുവരെയുള്ള സീസൺ വന്നിട്ട് സാബുമോൻ എന്ന് പറയുന്നവന് വരെ കുരു പൊട്ടണമെങ്കിൽ ഇയാളുടെ റേഞ്ച് വേറെയാണ്. കാരണം ഇയാളായിരിക്കും നാളെ ബിഗ് ബോസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അറിയപ്പെടുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ എല്ലാരും പറയുന്ന 1ാം സീസണിലെ സാബുമോൻ, അതുപോലെ തന്നെ അഖിൽമാരാറ്, വേറെ ആരും ഇല്ല. എന്നാൽ ഇവരെ എല്ലാവരെയും ജനങ്ങൾ മറക്കും. പക്ഷേ അനീഷ് എന്ന് പറയുന്നവനാ ഒരാള് പോലും മറക്കത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാളുടെ നിലപാട് തന്നെയാണ്. അതായത് കള്ളനായിട്ട് കള്ളത്തരം കളിച്ചിട്ട് മറ്റുള്ള ഈ എന്നാ പറയേണ്ടത് എന്താ പറയുക, ഞാനൊരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ എനിക്ക് വിശക്കുമ്പോൾ വായിലിട്ട് തരാനൊക്കെ ആളുണ്ട്, ഉരുട്ടി തരാൻ ആളുണ്ട്, 1 മണിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയ്യോ അപ്പാൻ്റെ ആര്യമാനെ വിശക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ എണ്ണം പോയിട്ട് ഉരുട്ടി വായിലിട്ട് കൊടുക്കും. അങ്ങനെയുള്ള അഹങ്കാരത്തോടു കൂടി പെരുമാറുന്ന ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും അയാൾ ബിഗ് ബോസിൽ നിൽക്കാൻ യോഗ്യതയില്ല ഒരാളല്ല. ഇപ്രാവശ്യത്തെ നോമിനേഷൻ അയാളുണ്ട്. അയാൾ എങ്ങനെയെങ്കിലും മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ പുറത്താക്കണം. കുറച്ചൊക്കെ ഇതുണ്ടെങ്കിൽ ബിഗ് ബോസ് ടീമിന് കുറച്ചൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ അയാളെ പുറത്താക്കണം എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ബിഗ് ബോസ് പ്രേക്ഷകരെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വെല്ലുവിളിക്കുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇത്രയും നല്ല കളിയും കാര്യങ്ങളൊക്കെ കളിക്കുന്ന, അതായത് ഈ ആദിലയെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട കളി കളിക്കുന്ന ആദിലയെയും പിന്നെ ആര്യനെയും പുറത്താക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇത് ബിഗ് ബോസിന്റെ തന്നെ നാണക്കേടാണ്. മഹാനടനായ മോഹൻലാലിന് വരെ ഇത് നാണക്കേടാണ്. അദ്ദേഹത്തെ സിനിമയെ വരെ ബാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കള്ളന്മാർക്ക് കൂട്ടു നിൽക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ആദില നൂറമാർക്കായി കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആര്യനായി കഴിഞ്ഞാലും അക്ബറിനായി കഴിഞ്ഞാലും ഇവർക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു പിന്തുണയുണ്ട്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പലതരത്തിലും ഈ ആര്യൻ കള്ളക്കളി കളിച്ചിട്ടുണ്ട്, പലതരത്തിൽ അൺഫെയർ ആയിട്ട് കളിച്ചിട്ടുണ്ട്. കാരണം കള്ളക്കളിയിലൂടെ മാത്രമേ അനീഷിനെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അനീഷിനെ അല്ലേ തോൽപ്പിക്കുന്നത്. അതുകൊണ്ട് പഴയ ആൾക്കാരും അവിടെ മിണ്ടാണ്ടിരുന്നിട്ടുണ്ട്, പല ആൾക്കാരും മിണ്ടുന്നില്ല. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അവിടെ ഒരാൾ പോലും മിണ്ടുന്നില്ല. എന്താ? അനീഷിനെ അല്ലേ അവൻ തോൽപ്പിക്കുന്നത്. നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ടിയില്ല. അനീഷ് എന്ന് പറയുന്നവൻ ഒരിക്കലും ഫസ്റ്റ് കിട്ടാൻ പാടില്ല. ഇങ്ങനെയുള്ള വൃത്തികെട്ട ഗെയിമുകളാണ് അവിടെ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇന്ന് ഫയറായിരിക്കുന്നത്, തീയായിരിക്കുന്നത്, കൊടുങ്കാറ്റായിരിക്കുന്നത്. ബിഗ് ബോസ് വരെ ഞെട്ടിപ്പോയിരിക്കാന്ന് ഇപ്പോഴും ശരിക്കും പറഞ്ഞാല്. അതായത് ബിഗ് ബോസ് വരെ ഞെട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രതിഷേധം ബിഗ് ബോസ് പ്രതീക്ഷിച്ചതേ ഇല്ല. ബിഗ് ബോസ് വിചാരിച്ചത് കള്ളക്കളി കളിക്കട്ടെ, എല്ലാ തെളിപ്പിനും പോലെ അങ്ങ് പോയിക്കോളും. ഇല്ലെങ്കിൽ ഇന്നലെ ആദില നൂറ കളിച്ചപ്പോഴും ബിഗ് ബോസ് വായിൽ പഴം കുത്തിയിരുന്നു, അതേപോലെ അങ്ങ് പോയിക്കോളും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൃത്യമായിട്ട് അയാൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോഴും ഇത്രയും കളിയൊക്കെ കളിച്ചിട്ട് ഈ ആദില ഈ സാധനമൊക്കെ എടുത്തു കഴിഞ്ഞാലെങ്കിലും അത് ആദില എടുത്തത് ബിഗ് ബോസ് കാണിച്ചു കൊടുക്കണ്ടേ, അവിടെ ഒരു ടിസ്റ്റ് കൊടുക്കണ്ടേ? ഇതൊന്നും കൊടുക്കാതെ ഇത് എന്നാ പറയേണ്ടത് ഒരുത്തനെ അവിടെ അങ്ങ് വിട്ടുകൊടുത്തിരിക്കുക. എന്തിനാന്നറിയില്ലേ? അതായത് അവന് സഹതാപ വോട്ട് വേണം പോലും. അവനാണെങ്കിൽ ഈലും കൂറിയാന്ന്. അതായത് ഈ പിന്നെ എന്താ പറയേണ്ടത്, ഇന്നലെ സഹതാപ വോട്ട് വേണം എന്ന് പറഞ്ഞ് അക്ബർ ആണെങ്കിൽ അതിലും വല്ല കൂറിയാന്ന്. അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞ ഇവറ്റകളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒന്നാമത്
ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെയില്ല പിന്നെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഒരു വോട്ട് പോലും ഇവറ്റകൾക്ക് കിട്ടുന്നില്ല. ഇന്നലെ ഇപ്പോഴും ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കല. അവിടെ വോട്ടൊന്നും ഒരു നീങ്ങലും ഇല്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും അനീഷിന്റെ കൂടെ തന്നെയാണ്. അനീഷിന്റെ ഗെയിമാണ് അവിടെ ഗെയിം എന്ന് പറയുന്നത്. ഒരു കള്ളത്തരവില്ല. ഇന്നലെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നാ പറയേണ്ടത്, നമ്മൾ അനുമോളൊക്കെ എന്തൊക്കെ അൺഫെയർ ആയിട്ട് കളിച്ചു. അതായത് അനുമോളെ പേടിച്ചിട്ട് മാത്രമാണ് ഇന്നലെ പല ആൾക്കാരും അവിടെ പോകാതിരുന്നത്. അനുമോള് പറയും അനുമോള് ആ ഒരു വുമൺ കാർഡ് ഇറക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആരും പോകാതിരുന്നത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് തിരിച്ചു വരുമ്പോഴേക്ക് ചിലപ്പോൾ ഇവിടെ പ്രതിഷേധം ഉണ്ടാകും. അനുമോളിന്റെ ടീമുകൾ മറ്റേ പ്രതിഷേധിക്കുകയും ചെയ്യും. അതിനോട് ഒരു സംശയമില്ല. അതുകൊണ്ട് അങ്ങനെ പേടിച്ചിട്ട് മാത്രം അതിന് പോലും തടയിടാൻ വേണ്ടിയിട്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തൊരു മനുഷ്യനാണ് ഇയാള്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. കുറച്ചൊക്കെ ഇത് വേണ്ടേ, കുറച്ചൊക്കെ അനുമോളെ അത് ശരിയല്ല, നീ പറഞ്ഞത് തെറ്റാണ് എന്നെങ്കിലും പറയണ്ടേ. ഇനിയിപ്പോ ലാലേട്ടൻ വന്നിട്ട് നിങ്ങൾ ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് ആര്യമ്മോന് കൊടുത്ത ശിക്ഷ എന്താണെന്നറിയാം. അയ്യാ പട്ടന് കടന്ന് ചാവും. 2 ദിവസം ഉരുളക്കേക്ക് തിന്നണ്ട, അത് എന്തോന്നറിയത്. അവിടെ ഉരുളക്കേക്കിട്ട് ഒരു കറിയുമില്ല. പിന്നെ നോൺ വെജ് തിന്നണ്ട, എന്തോന്നറിയത്. അവിടെ എന്ത് നോൺ വെജാ ഉള്ളത്? അവിടെ എന്താ ചിക്കനും മട്ടനും ബിരിയാണിയാണോ കൊടുക്കുന്നത്? അവിടെ എന്നും വെള്ളക്കഞ്ഞിയാന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പറയുകയാണ് ഇനി നോൺ വെജ് തിന്നണ്ടാന്ന്. ഇങ്ങനെയുള്ള ഊളക്കളികൾ നാണമില്ലടോ നിങ്ങൾക്കൊന്നും പറഞ്ഞ്. ഇതൊക്കെ ലൈവായിട്ട് കാണുന്ന മനുഷ്യന്മാരെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ. അനീഷിന് കുറച്ചെങ്കിലും, അനീഷ് കുറച്ച് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് അയാൾ പറയുന്നത്. അയാൾക്ക് നിങ്ങൾ പ്രൈസ് കൊടുക്കണ്ട, അയാളൊക്കെ പറഞ്ഞു വിട്ടോ. എന്നാലും കുഴപ്പമില്ല. അയാൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞ നിലപാടിന്റെ കൂടെ നിൽക്കും. അതാണ് വേണ്ടത്. സത്യത്തിന്റെ കൂടെ നിൽക്കും. ഇതൊന്നും ഒരുപാട് ആൾക്കാർ കാണുന്നില്ല. ഈ കള്ളത്തരത്തിലൂടെ ആര്യൻ എന്ന് പറയുന്നവനെ വിജയിപ്പിക്കാൻ ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഇത്ര തിടുക്കം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആര്യൻ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് എന്തോ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ആരും അറിയാതെ ഇയാൾക്ക് എന്തോ എവിടെയോ വെച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ക്യാമറ കാണാതെ. അതൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും. അല്ലാതെ അയാൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കണമെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം പോലെ പറഞ്ഞല്ലോ, ഈ ആര്യനായി കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനായാലും പിന്നെ ഇങ്ങനെ ചില ആൾക്ക് ആദില നൂറമാർക്ക് ഇവർക്കൊക്കെ അവിടെ നല്ലൊരു ഗ്യാങ് ഉണ്ട്. അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും. കാരണം വോട്ടില്ലെങ്കിലും ഇവരെവിടെയും പോകത്തില്ല, ഇവർ അവിടെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ അനുമോൾക്കും നല്ല സപ്പോർട്ട് ഉണ്ട്. കാരണം എന്താ, അനുമോള് പലപ്പോഴും പറയുന്നത് വോട്ടില്ലെങ്കിലും ഞാൻ എവിടെയും പോകത്തില്ല, ഞാൻ 100 ദിവസം ഇവിടെ നിൽക്കാൻ തന്നെയാ വന്നത് എന്നുള്ള തരത്തിൽ തന്നെയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇവരൊക്കെ എന്ത് കളി കളിച്ചു കഴിഞ്ഞാലും, എന്ത് കൂതറ കളി കളിച്ചു കഴിഞ്ഞാലും ഇവരെയൊന്നും അടക്കാൻ ഒരാളും ഇവിടെ വരില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കളിച്ചുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ബിഗ് ബോസെ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആര്യനെ പെട്ടി ബാക്ക് ചെയ്യിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഉരുളക്കിട്ട് കരുകൂട്ടണ്ട, നീ നാളെ മുതൽ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യണ്ട, നീ നാളെ മുതൽ ബാത്റൂമിൽ പോകണ്ട, ഇങ്ങനെയുള്ള ശിക്ഷയാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടെ അനീഷിന്റെ വാക്കിന് കുറച്ചും കൂടി വില കാണുന്നുണ്ടെങ്കിൽ അയാളുടെ വിദ്യാഭ്യാസത്തെങ്കിലും മാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അയാൾ കള്ളക്കളി കളിക്കാനല്ലേ ഇവിടെ വന്നത്. സംഭവം ശരിയാണ്, ബിഗ് ബോസ് ആയിരിക്കാം. ഇനി എന്തൊക്കെ ആയി കഴിഞ്ഞാലും ശരി, ഈ കള്ളക്കളി കളിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരുത്തന് മാത്രം എല്ലാം പറഞ്ഞു കൊടുത്ത്, അതാണ് നിങ്ങൾ എന്ത് കളി കളിക്കുന്നത്? ഈ ആര്യൻ എങ്ങനെയാണ് ഇത് അറിയുന്നത്? ആര്യന് കൃത്യമായിട്ട് ഇതിന്റെ ന്യൂസ് കിട്ടിയിട്ടുണ്ട്, ആര്യൻ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് അവിടെ പല കളികളും നടക്കുന്നത്. ഇന്നലെ ആദില നൂറമാറെ ഈ പിന്നെ മോഷണം വരെ എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ അക്ബറിനെ പിടിച്ച് നല്ലവനാക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ അരിയാഹാര കഴിക്കുന്നത്, അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നന്ദി, നമസ്കാരം.